ഇതുപോലെ വീഡിയോസ് നിങ്ങളും കാണാറുണ്ട് അല്ലേ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, എങ്ങനെയാ ഇവർ ഇത്ര പെർഫെക്ഷനിൽ ഇത്ര ഫാസ്റ്റായിട്ട് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എങ്ങനെ ഇത് ഞാനും കൂടി ചെയ്യാം, എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്തായാലും ചിന്തിച്ചിട്ടുണ്ടാവും. ഇതുപോലുള്ള ലൈവ് സ്കെച്ചിങ് നമുക്ക് റിയൽ ലൈഫ് സ്റ്റഡീസിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഉണ്ടാവുക. ഈ ഒരു സമയത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഭയങ്കര ഡീപ്പായിട്ട് ഒരു കാര്യത്തിന് അനലൈസ് ചെയ്യാനും പല പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാനും സാധിക്കും. നമ്മളൊരു പിക്ചർ നോക്കി വരയ്ക്കുന്നതും അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് വരച്ചതിനെ കോപ്പി ചെയ്യുന്നതും അതിനൊക്കെ അപ്പുറത്തേക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് വരയ്ക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇത്തരത്തിൽ ക്രിയേറ്റീവായി ചിന്തിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് വഴി നമ്മൾ വർക്കിലൊരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും കൂടാതെ നമ്മൾ ആർട്ട് ക്ലാസ്സിൻ്റെ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.